പി ജി ഇത് ഒരു ലളിതമായിട്ടുള്ള വിഷയമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നിരവധി ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ മാത്രമല്ല, ഇനിയും നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾ അറിയണമെങ്കിൽ, പുറം ലോകം അറിയണമെങ്കിൽ, ആ കാര്യത്തിൽ സ്റ്റേറ്റിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീ സനന്ദൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹം ഇതിനെ ഒരു കേവലം കുടുംബ പ്രശ്നം മാത്രമാണ്, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ പോലീസൊക്കെ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്ന രീതിയിലത്തേക്ക് വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നതിൽ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് നാട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, സ്റ്റേറ്റിന് ഈ വിഷയത്തിൽ താല്പര്യമുണ്ട് എന്നാണ്. കാരണം ഇത് അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഇതൊരു സമാധിയുടെ വിഷയമല്ല, മറിച്ച് ഒരു മാൻ മിസ്സിംഗ് വിഷയമാണ്. അദ്ദേഹത്തിന്റെ അയൽവാസി തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാൻ മിസ്സിംഗ് ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമാധി പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടുകൊണ്ട് തിരിച്ചു പോവുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആ സമാധി മണ്ഡപത്തിൽ അദ്ദേഹം ഉണ്ട് എങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെത് സ്വാഭാവിക മരണമാണോ അതോ അസ്വാഭാവിക മരണമാണോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അത് കുടുംബത്തിന് അറിയണമെന്ന് താല്പര്യമില്ല എങ്കിലും സ്റ്റേറ്റിന് അത് അറിയേണ്ടതുണ്ട്. കാരണം ആ രീതിയിലത്തേക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഗോപൻ സ്വാമി എന്ന വ്യക്തിയുടെ ജീവിതത്തോട്, ജീവനോട് നൽകേണ്ടുന്ന ഉത്തരവാദിത്വം പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള സർക്കാരുള്ള ഒരു നാട്ടിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണമാണെങ്കിലും അസ്വാഭാവിക മരണമാണെങ്കിലും അവിടെ ഒരു ക്രൈം നടന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്, സ്വാഭാവിക മരണമാണെങ്കിൽ പോലും. ഇവിടെ ഗോപൻ സ്വാമിക്ക് സമാധി തിരഞ്ഞെടുക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹത അവശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം രഹസ്യമായി മൂടി സ്ലാബിടാൻ അദ്ദേഹത്തിന്റെ മക്കൾക്ക് അധികാരമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പൊ ഈ രീതിയിലത്തേക്ക് ഇവരെ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും നിരന്തരമായി സംസാരിക്കുന്നത് എന്തിനാണ്? മാധ്യമങ്ങളുടെ മുന്നിൽ ഇതൊക്കെ പറഞ്ഞു, ആരെങ്കിലും അവരെ തിരുത്തണമെങ്കിൽ അതിനുള്ള സമയവും കഴിഞ്ഞു. എന്നിട്ടും ഇവർ ഇതേ കാര്യം തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. അച്ഛൻ അവിടെ ഉണ്ടെന്നും അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരു ബോധ്യവും നമ്മുടെ മുമ്പിലില്ല. ഇല്ല, അതെ. അപ്പൊ ഗോപൻ സ്വാമിയുടെ മരണം ഇവിടെ സ്ഥിരീകരിക്കാനായിട്ട് ഡോക്ടർമാരാരെങ്കിലും ചെന്നാൽ, അല്ലെങ്കിൽ അവിടെ അന്വേഷണത്തിന് പോലീസോ ജില്ലാ ഭരണകൂടമോ അവിടെ പ്രവേശിച്ചാൽ അദ്ദേഹത്തിന്റെയും ആ സ്ഥലത്തിന്റെയും പവിത്രത നഷ്ടപ്പെടും എന്നൊക്കെയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ പറയുന്നത്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ച എന്താണ്? അവിടെ കിടന്നിട്ട് ബഹളമുണ്ടാക്കുക, ആത്മഹത്യാ ഭീഷണി മുഴക്കുക, മുസ്ലിങ്ങളെ തീവ്രവാദികൾ എന്ന് വിളിക്കുക, ഇതൊക്കെ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീട്ടുകാരാണ്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ്. ആ സ്ഥലത്തിന്റെയും ഗോപൻ സ്വാമിയുടെയും പവിത്രത ഇതിനോടകം തന്നെ നഷ്ടപ്പെടുത്താനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റുള്ള ആൾക്കാരല്ല. പിന്നെ അദ്ദേഹം ഇതിലെല്ലാം തന്നെ പറയാനായിട്ട് ആവർത്തിക്കുന്നത്, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പമുള്ള ചില ആൾക്കാർ, അദ്ദേഹത്തിന്റെ സഹോദരൻ, ഇവരൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്നത് ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്നു എന്നാണ്. ഇതിൽ എന്ത് തരത്തിലുള്ള ഹിന്ദു മതവികാരമാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. നമ്മളെല്ലാവരും തന്നെ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഹിന്ദുക്കളാണ്, നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്നതാണ്, നമ്മളെല്ലാം ആരാധിക്കുന്ന ആൾക്കാരാണ്, യോഗീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരോട് ബഹുമാനമുള്ളതാണ്. നിരവധി സമാധികളുമായി ബന്ധപ്പെട്ട കഥകളും കാര്യങ്ങളും നമുക്കറിയാം. പി ജി പറഞ്ഞതുപോലെ താങ്കൾ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇത് കേവലം ഒരു ഹിന്ദു വിഷയമായിട്ടോ ഒരു ആചാരത്തിന്റെയോ വിശ്വാസത്തിന്റെയോ വിഷയമായിട്ട് കരുതിക്കൊണ്ട് അങ്ങനെ അവിടെ നിന്ന് അങ്ങ് തിരിച്ചു നടന്നു പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല. ഗോപൻ സ്വാമി സമാധിയാകുമെന്ന് ഈ മക്കൾ ഹിന്ദുക്കളോട് എപ്പോ പറഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. സമാധി ആയ സമയത്ത് ആ വിവരം പറഞ്ഞോ? ഇല്ല. സമാധി ദർശിക്കാനായിട്ട് ഏതെങ്കിലും ഹിന്ദുക്കളെ വിളിച്ചോ? ഇല്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം ഒരു എക്സ്റ്റെൻഡഡ് ലൈബിലിറ്റി ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന് കൊടുത്ത്, ഹിന്ദുക്കൾ വാ, ഇവിടെ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുകയാണ്, സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ വാ എന്ന രീതിയിലത്തേക്ക് നിങ്ങൾ എന്തിനാണ് ഒരു ഡോഗ് വിസിൽ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അങ്ങനെ കേട്ടിട്ട് വ്രണപ്പെടാനുള്ള വികാരമല്ല ഈ നാട്ടിലുള്ള വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾക്ക്.